السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد الأولين والآخرين نبينا وحبيبنا محمد الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, മുജാഹിദ് ചിന്താധാര ഗ്രൂപ്പിലെ പ്രിയങ്കരനായ സുബൈർ ദമ്മാം ഉന്നയിച്ചിട്ടുള്ള ചോദ്യം, നമ്മുടെ കമ്പനികൾ അതോടൊപ്പം തന്നെ ഇതര സ്ഥാപനങ്ങൾ അവിടെയുള്ള ജോലിക്കാർക്ക് തൊഴിലാളികൾക്കൊക്കെ നമസ്കരിക്കുന്നതിന് വേണ്ടി ഒരു നമസ്കാര സ്ഥലം മുസ്വല്ല നിശ്ചയിക്കാറുണ്ട്. അവിടെ ചില ജമാഅത്തുകൾ നടത്തുന്നു, എല്ലാ ജമാഅത്തുകളും നടത്തുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ തഹയ്യത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ചോദ്യകർത്താവിനെയും നമ്മെ എല്ലാവരെയും പരിശുദ്ധനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും വിജയികളായി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പള്ളി, മസ്ജിദ്, ബൈത്തുള്ള ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ ഭവനം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട മസ്ജിദുകൾ, അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹിയ്യത്ത് നമസ്കരിക്കണം. അത് വളരെ ശക്തമായിട്ടുള്ള സുന്നത്താണ്. സുന്നത്തുൻ മുഅക്കദ എന്നാണ് പറയുക. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന, ഇത്തിഫാഖോടുകൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വചനം, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅതൈൻ. നമുക്കെല്ലാവർക്കും അറിയാം, പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നതിന് മുമ്പായി 2 റകഅത്ത് നമസ്കരിക്കുന്നത് വരെ ഇരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ തഹിയ്യത്തുൽ മസ്ജിദ്, അതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയുക. പക്ഷേ ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ചോദ്യം, കമ്പനികൾ 1000 തൊഴിലാളികൾ ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒരു ഭാഗത്ത് ഒരു 50 100 ആളുകൾക്ക് നമസ്കരിക്കാനുള്ള ഒരു ഭാഗം, അവിടെ ലുഹുറും അസറും ആയിരിക്കാം ഒരു പക്ഷേ അവിടെ ജമാഅത്ത് നടക്കുക. എല്ലാ ജമാഅത്തും ഇല്ല. അതോടൊപ്പം ഇപ്പോൾ സ്കൂളുകളിൽ ഉണ്ട്, ആശുപത്രികളിലുണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളിൽ ഉണ്ട്. ഇപ്പോൾ സൗദിയിലൊക്കെ ഗവൺമെൻറ് ഓഫീസുകൾ, സ്കൂളുകൾ, അങ്ങനെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇങ്ങനെയുള്ള മുസ്വല്ലകൾ അഥവാ നമസ്കരിക്കുന്ന സ്ഥലങ്ങൾ കാണാം. അവിടെ എല്ലാ ജമാഅത്തും ഒന്നും നടക്കാറില്ല, ജുമാ നടക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തഹിയ്യത്ത് നമസ്കരിക്കണോ എന്ന് ചോദിച്ചാൽ, തഹിയ്യത്ത് നമസ്കാരം ബാധകമായിട്ടുള്ളത് അത് വഖഫ് ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമസ്കാരം ഉൾപ്പെടെയുള്ള എല്ലാ ഇബാദത്തുകളും നിർവഹിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്തിട്ടുള്ള പള്ളി ആയിട്ടുള്ള, പള്ളി എന്നുള്ള നിലക്ക് വഖഫ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രവേശിക്കുമ്പോൾ മാത്രമേ നമുക്ക് തഹിയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അവിടെയാണ് തഹിയ്യത്ത് നമസ്കരിക്കേണ്ടത്. തഹിയ്യത്തുൽ മസ്ജിദ് എന്നാണ് പറയുക. എന്നാൽ ഇത് മുസ്വല്ല, നമസ്കരിക്കാനുള്ള ഒരു താൽക്കാലിക കേന്ദ്രമാണ്. ഇത് വഖഫ് ചെയ്തതല്ല എന്നാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ചോദ്യത്തിന് കുല്ലുമാ ഉഇദ്ദ ലിയുഅദ്ദിയ ഫീഹിൽ മുസ്ലിമൂന അസ്സലവാത്തൽ ഖംസ് ജമാഅ. പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ 5 നേരത്തെ നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ഇത് വഖഫ് ചെയ്യപ്പെട്ടതായിരിക്കണം. അതാണ് മസ്ജിദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള മസ്ജിദുകൾ, അത് ആ മസ്ജിദുകളിൽ പ്രവേശിക്കുമ്പോൾ തഹിയ്യത്ത് നമസ്കരിക്കണം. പക്ഷേ ഇതെന്താണ്, ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, ഉദാഹരണമായിട്ട് മഹാനായ ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്, മഹാനായ അല്ലാമത്ത് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ലിഅന്ന ഹാദൽ മുസ്വല്ല ലൈസ മസ്ജിദൻ വലിഹാദാ ലാ യസിഹു ഫീഹിൽ ഇഅ്തികാഫ് വലൈസ ലഹു തഹിയ്യത്തു മസ്ജിദിൻ വലാ യുഹറമു അലൽ ജുനുബി അൽ മക്സു ഫീഹ് വലാ അലൽ ഹായിൽ ഫഹുവ ബിമൻസിലത്തി മുസല്ലൽ ഇൻസാൻ ഫി ബൈത്തി. അതായത് ഇത് പള്ളിയല്ല. ലിഅന്ന ഹാദൽ മുസ്വല്ല ലൈസ മസ്ജിദൻ, ഈ മുസ്വല്ല അത് ലൈസ മസ്ജിദൻ, പള്ളിയല്ല.
വലി ഹാദാ ലാ യസിഹു ഫിഹിൽ ഇഅ്തികാഫ്, അതിൽ ഇഅ്തികാഫ് ഇരിക്കാൻ പാടുള്ളതല്ല. വലൈസ ലഹു തഹിയ്യത്തു മസ്ജിദ്, അതവിടെ തഹിയ്യത്ത് മസ്ജിദ് തഹിയ്യത്ത് നമസ്കാരം നിർവഹിച്ചുകൂടാ. വല യുഹറമു അലൽ ജുനുബി അൽ മക്സു ഫീഹി, ജനാബത്തുകാരന് അതിൽ ഇരിക്കുന്നതിന് വിരോധമില്ല. പള്ളികളിൽ വലിയ അശുദ്ധിയുള്ള ആളുകൾ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നാണല്ലോ. എന്നാൽ അത്തരം ആളുകൾക്ക് ഇത്തരം സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിന് വിരോധമല്ല. വല അലൽ ഹായിൽ, അതുപോലെ ആർത്തവകാരിക്കും ഇരിക്കുന്നതിന് വിരോധമില്ല. അത് ഫഹുവ ബിമൻസിലത്തി മുസല്ലൽ ഇൻസാൻ ഫി ബൈത്തി, ഒരു വ്യക്തി തൻ്റെ വീട്ടിൽ നമസ്കരിക്കുന്ന നമസ്കാര സ്ഥലത്തിൻ്റെ ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് ഓഫീസുകളിലും ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ആശുപത്രികളിലുമൊക്കെ നമസ്കരിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ഈ താൽക്കാലിക സ്ഥലങ്ങളുടെ സ്ഥാനം എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പറയാം, വമിസ്ല ദാലികൽ മുസല്ലയാത്ത് അല്ലതി തകൂനു ഫി മകാതിബിൽ അഅമാൽ അൽ ഹുകൂമിയ്യ ലാ യസ്ബുതു ലഹാ ഹുക്മുൽ മസ്ജിദ് വകദാലിക മുസല്ലയാത്ത് النساء في مدارس البنات لا يعتبر لها حكم المسجد لأنها ليست مساجد حقيقة ولا حكما. അപ്പോൾ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു, ഗവൺമെൻറ് ഓഫീസുകൾ, അതിനകത്തുള്ള നമസ്കാര കേന്ദ്രങ്ങൾ, മുസ്വല്ല, അതിനൊന്നും പള്ളിയുടെ ഹുക്കുമുണ്ടാകുകയില്ല, പള്ളിയുടെ ആ സ്ഥാനമുണ്ടാവുകയില്ല, പള്ളിയുടെ വിധി അതിനുണ്ടാവുകയില്ല. വകദാലിക മുസല്ലയാത്ത് നിസാ ഫി മദാരിസിൽ ബനാത്, പെൺകുട്ടികളുടെ സ്കൂളുകൾ, വിദ്യാലയങ്ങൾ, അവിടെയുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്തിനും പള്ളിയുടെ ആ ഒരു ഹുക്കുമ് ഇല്ല. ലാ യുഅ്തബറു ലഹാ ഹുക്മുൽ മസ്ജിദ്, അതിനൊന്നും പള്ളിയുടെ വിധി പരിഗണിക്കപ്പെടുന്നതല്ല. ലിഅന്നഹാ ലൈസത്ത് മസ്ജിദുൻ ഹഖീഖ, ഇതൊന്നും തന്നെ എന്തല്ല, യഥാർത്ഥത്തിൽ പള്ളിയല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, തഹിയ്യത്ത് നമസ്കാരം ഇത്തരം സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പാടുള്ളതല്ല. തഹിയ്യത്ത് പള്ളികളിൽ വഖഫ് ചെയ്യപ്പെട്ട ജുമുഅയും ജമാഅത്തും കൃത്യമായി നിർവഹിക്കപ്പെടുന്ന വഖഫ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ, അങ്ങനെയുള്ള പള്ളികളിലാണ് നമ്മൾ തഹിയ്യത്ത് നമസ്കരിക്കേണ്ടത്. വല്ലാഹു അലം. സല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.